അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന ദുർഭൂതത്തെ പിണറായി വിജയൻ കൂടെ കൂട്ടിയത് മുതലാണ് ഈ ഇന്നത്തെ സ്ഥിതിവിശേഷം ഉണ്ടായത്. LDFന് ഇത്ര ഭീകരമായ പതനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ വേതാളത്തെ ചുമന്നതാണ് ഇന്നിപ്പോൾ പൊതുസമൂഹം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് എവിടെ ചെന്നാലും എന്താ കുറുക്കന് കണ്ണ് കോഴിക്കൂട്ടി തന്നെ എന്ന് പറയുന്ന പോലെ എവിടെ അഴിമതി നടത്താം, ഇതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം. നമസ്കാരം. നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്ന് ശ്രീനാരായണ സമിതി വിവിധ സംഘടനകൾ. ജനാധിപത്യം, മതനിരപേക്ഷത, നിയമവാഴ്ച, സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം പകർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായ ജനവിധി. അറിഞ്ഞുതുള്ളിയ ജാതിക്കോമരം വെള്ളാപ്പള്ളി നടേശനെ കടിഞ്ഞാടാതെ കയറിവിട്ടതിന് ഭരണാധികാരികൾക്ക് കണത്തേറ്റ പ്രകാരമാണിത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വേതാളത്തെ ചുമലിലേറ്റി നടന്നതിൻ്റെ ശിക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അതുപോലെ മുഖ്യമന്ത്രിക്കും അതിൻ്റെ നേതാക്കൾക്കുമെല്ലാം കൊടുത്ത ഈ കനത്ത ശിക്ഷ. ഇതൊരു വേതാളമാണ് എന്ന് കാര്യവിവരമുള്ള മനുഷ്യർ ധാരാളമായിട്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ LDF നേതാക്കളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. SNDP യോഗത്തെ അതിൻ്റെ മജ്ജയും രക്തവും ഊറ്റിക്കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഇയാളെ പുറത്താക്കണം, നിയമപരമായി തന്നെ അയാൾക്ക് അവിടെ തുടരാനുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല നിവേദനങ്ങളും പിണറായി വിജയനെയും അതുപോലെ മറ്റ് നേതാക്കളെയും കണ്ട് ഞങ്ങളെല്ലാം ചേർന്ന് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊന്നും അവർക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും മറ്റെന്തൊക്കെയോ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ആ വേതാളത്തെ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്തു. വാസ്തവത്തിൽ LDFന് ഇത്ര ഭീകരമായ പതനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ വേതാളത്തെ ചുമന്നതാണ് ഇന്നിപ്പോൾ പൊതുസമൂഹം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മത്തെയും ശ്രീനാരായണ ഗുരുവിനെ തന്നെയും അധിക്ഷേപിക്കുകയും SNDP യോഗത്തെ മുച്ചൂടും നശിപ്പിക്കുകയും സംശുദ്ധ ജീവിതം നയിക്കുന്ന ജനനേതാക്കളെ വ്യക്തിഹത്യ നടത്തുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശനെ തണ്ടിലേറ്റി കൊണ്ടുവന്നതിന് ജന്മം നൽകിയ ശിക്ഷ കൂടിയാണിത്. പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടലായി പ്രവർത്തിച്ച ഈഴവ സമുദായത്തോടും മറ്റും പിന്നോക്ക ദളിത് വിഭാഗങ്ങളോടും പിണറായി സർക്കാർ ആരംഭിച്ച നിഷേധാത്മക നിലപാടിനെതിരെ തങ്ങളാരുടെയും അടിമകളല്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ജനവിധിയിൽ പ്രതിഫലിക്കുന്നത്. ഈ സമൂഹത്തോട് ഞങ്ങൾ കഴിഞ്ഞ ഒരു കാലത്തിനും മുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചർച്ചയ്ക്ക് ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ എല്ലാം ഉള്ള ഒരു നൈതികത ഈ പൊതുസമൂഹത്തിന് കുറേയെല്ലാം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെയും കൂടി പരിണിത ഫലമാണ് ഈ കൊടിയ പതനം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ അധ്വാനിച്ച എല്ലാവരെയും ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. SNDP യോഗത്തിലും SN ട്രസ്റ്റിലും ജനാധിപത്യവും നിയമവാഴ്ചയും ഉറപ്പുവരുത്തുന്നതിന് അധികാരത്തിലേറുന്ന ജനാധിപത്യ മുന്നണി സർക്കാർ നീതിപൂർവമായ നിലപാട് സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളെല്ലാവരും ചേർന്ന് UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും കാണുകയുണ്ടായി. കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, SNDP യോഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾ, അത് നിയമപരമായ തലത്തിലും സാമൂഹ്യ തലത്തിലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, അതിൽ സാമൂഹ്യ തലത്തിലെ പോരാട്ടങ്ങൾ ഓഫ് കോഴ്സ് അത് ഞങ്ങൾ നടത്തിക്കൊള്ളാം. പക്ഷേ നിയമപരമായ തലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ കാര്യങ്ങൾ സർക്കാർ
ചെയ്തു തരാൻ തയ്യാറാകണം. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ അതിന് ഈ ഗവൺമെൻറ്, അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്, അതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളെല്ലാവരും അതിന് തയ്യാറാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ഈ കേസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ വിവരങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശമായ ഒരു ധാരണകൾ അവർക്കെല്ലാവർക്കും ഉണ്ട്. എങ്കിലും അതിലെ ചില വിശദാംശങ്ങളും ഒക്കെ അവർക്കുമായിട്ട് പങ്കുവെക്കുകയും ഇത് തീർച്ചയായിട്ടും നിയമപരമായി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തിരിക്കും എന്ന് അവരെല്ലാവരും, വി ഡി സതീശൻ, അതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇങ്ങനെ വരെ ഒരുമാതിരി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എല്ലാവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരെല്ലാവരും അതിന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ സ്വാർത്ഥം നേടാൻ മോഹിനി വേഷം കൊണ്ട് ഭരണാധികാരികളെ വശമുതലാക്കാൻ നടത്തുന്ന വേലകളിൽ വീണുപോകാതെ സധൈര്യം ഭരണ നിർവഹണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. മാരീജന്റെ വേഷമാണ് ഇപ്പോൾ അദ്ദേഹം കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് തന്നെ. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഈ വേഷപ്പകർച്ചകൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന് ഇപ്പം ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം തന്നെ പൊതുസമൂഹത്തോട് സന്തോഷപൂർവ്വം അല്പം അഹങ്കാരത്തോടു കൂടി പറഞ്ഞ ഒരു പ്രഖ്യാപനം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. 100 സീറ്റ് കിട്ടും UDF എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സന്യസിക്കാൻ പോകുമെന്നോ മറ്റേ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കരണീയമായി ചെയ്യാനുള്ളത് ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ച് രാജിവെച്ചിട്ട് സന്യാസത്തിന് പോകാനൊന്നും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നില്ല. സന്യാസത്തെക്കാൾ വേറെ നല്ല കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന് സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് ശിഷ്ടകാലം വിശ്രമത്തിലേക്ക് കടക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീനാരായണ സേവാ സംഘം, SNDP യോഗം, SN ട്രസ്റ്റ് സംരക്ഷണ സമിതി, ശ്രീനാരായണ സഹോദര ധർമ്മവേദി, SNDP യോഗം സംരക്ഷണ സമിതി, ശ്രീനാരായണ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം എന്നീ സംഘടനകളുടെ നേതാക്കളുടെ സംയുക്ത യോഗമാണ് തീരുമാനമെടുത്തത്. വെള്ളാപ്പള്ളിയെ പോലുള്ള അനേകം കേസുകളിൽ പ്രതിയായ ഒരു ക്രിമിനലിനോടൊപ്പം ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി യാത്ര ചെയ്തത് നീതീകരിക്കാൻ ഒരു സമൂഹത്തിലും ഒരാൾക്കും സാധിക്കാത്ത കാര്യമാണ്. അത് നീതീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ വന്നതു മുതൽ ഈ കേരളീയ സമൂഹം ഒന്നടങ്കം അതിനെതിരായി അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയും അതിനെല്ലാം പിണറായി വിജയൻ സപ്പോർട്ട് കൊടുത്തതോടുകൂടി ഈ ഇടതുപക്ഷത്തിൻ്റെ പതനം പൂർത്തീകരിച്ചതാണ്. പുതിയ ഭരണ സംവിധാനത്തോട് ഞങ്ങൾക്ക് ചില അപേക്ഷകളുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ഏതാണ്ട് 10-15 വർഷമായിട്ട് നീതിയുക്തമായ പ്രക്രിയകളൊന്നും ഭരണ സംവിധാനത്തിൽ നിന്നുണ്ടായിട്ടില്ല. ചില ചുരുക്കം സമുദായങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്ന നയമാണ് പിണറായി വിജയൻ കൈക്കൊണ്ടത്. അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയും ഒരു പരിധിവരെ പിന്നോക്ക സമുദായങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസ് ഈ പിന്നോക്ക സമുദായങ്ങൾ ഒന്നടങ്കം ചേർന്ന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന ഭരണ സംവിധാനം ഈ മന്ത്രിസഭയിലും മന്ത്രിസഭയിൽ ഉൾപ്പെടെ പിന്നോക്ക സമുദായങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ND പ്രേമചന്ദ്രൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, സൗത്ത് ഇന്ത്യൻ വിനോദ്, അഡ്വക്കേറ്റ് S ചന്ദ്രസേനൻ, രാജ്കുമാർ ഉണ്ണി, PP രാജൻ, പ്രൊഫസർ R മണിയപ്പൻ, അഡ്വക്കേറ്റ്സ് R അനന്തകുമാർ, MV പരമേശ്വരൻ, അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുദേവന്റെ ആപ്തവാക്യം സ്വാംശീകരിച്ചതാണ് SNDP പ്രസ്ഥാനം. ആ SNDP പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ അധിക്ഷേപിക്കുകയും ചെയ്തതിൽ ഈഴവ് സമുദായത്തിനുള്ള അങ്ങേയറ്റത്തെ വിരോധവും വിദ്വേഷവും നിലനിൽപ്പുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDFിൻ്റെ വിശ്വാസികളായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ UDFന് വോട്ട് ചെയ്തതും. ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സാമൂഹ്യ നീതി നടപ്പിലാക്കണം. ഈ സാമൂഹ്യ നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവിടെ നിശബ്ദരായ ലക്ഷക്കണക്കിന്, അതായത് 27-28% ഈഴവ സമൂഹമുണ്ട്.
ഇവരെ ഒന്നടങ്കം ഒരുമിച്ച് പ്രതികരിപ്പിക്കുവാൻ ശേഷിയുള്ളവരാണ് ഇന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്നത്. അവരെ ഒന്നിച്ച് പ്രതികരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനാ സംവിധാനം വളരും. ആ വളരുമ്പോൾ ഒരു ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായ ഒരു മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇന്നത്തെ വോട്ടിംഗ് പാറ്റേൺ പോലെ ഈഴവ സമുദായത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ക്രമം ഉണ്ടാകും. അതിനനുസൃതമായി ഈ ഗവൺമെന്റ് സാമൂഹ്യ നീതി നടപ്പിലാക്കണം. കൊച്ചി